മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ലേഖന പ്രമാണങ്ങളിലും പഴമൊഴികളിലും ഈ ദിവികാരുണ്യ അത്ഭുതത്തിൻ്റെ വിവരണം നമുക്ക് കാണാം. ഈ ദിവികാരുണ്യ ഭക്തിയെക്കുറിച്ച് സഭാംഗം ഫാദർ ഡാനിയൽ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു. കഠിനാധ്വാനിയെങ്കിലും ശരിയായ വിശ്വാസബോധനം ലഭിക്കാത്ത ഷെനയിലെ ഒരു സന്യാസിയെക്കുറിച്ച് ഫാദർ അർസേനിയസ് ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു. തൻ്റെ അജ്ഞത കൊണ്ട് അയാൾ പറഞ്ഞുവത്രേ, നാം സ്വീകരിക്കുന്ന അപ്പം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമല്ല, മറിച്ച് ആ ശരീരത്തിൻ്റെ ഒരു പ്രതീകം മാത്രമാണ് എന്ന്. കൂടുതൽ അനുഭവസമ്പന്നരായ രണ്ട് സന്യാസിമാർ ഈ പ്രസ്താവന കേൾക്കാനിടയായി. സന്യാസി പറഞ്ഞത് അജ്ഞത കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയ അവർ അദ്ദേഹത്തോട് സംസാരിക്കാൻ തീരുമാനിച്ചു. അവർ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് നമ്മുടെ വിശ്വാസത്തെ നിഷേധിക്കുന്നതാണ്. സന്യാസി മറുപടി പറഞ്ഞു, നിങ്ങൾ എനിക്ക് തെളിവുകൾ തരുന്നതുവരെ ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റുകയില്ല. വൃദ്ധരായ സന്യാസിമാർ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തോട് അങ്ങയുടെ ഈ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുകയും നമ്മുടെ വിശ്വാസത്തിലേക്ക് നയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഞായറാഴ്ച എല്ലാവരും പള്ളിയിൽ പോയി. അപ്പവും വീഞ്ഞും വിശദീകരിക്കുന്ന സമയത്ത് തിരുവോസ്തിയുടെ സ്ഥാനത്ത് ഒരു ചെറിയ ആൺകുട്ടിയെ കാണപ്പെട്ടു. പുരോഹിതൻ ദിവികാരുണ്യ അപ്പം ഉയർത്തിയപ്പോൾ ഒരു മാലാഖ വാളുമായി പ്രത്യക്ഷപ്പെടുകയും കുട്ടിയുടെ ശരീരത്തിൽ വാൾ തുളച്ചു കയറ്റുകയും ചെയ്തു. പുരോഹിതൻ തിരുവോസ്തി മുറിച്ചപ്പോൾ രക്തം ഖാസയിലേക്ക് ഒഴുകി. ദിവികാരുണ്യ സ്വീകരണ സമയത്ത് മാലാഖ തിരുവോസ്തിയിൽ നിന്ന് രക്തമണിഞ്ഞ ഭാഗം എടുക്കുകയും അവ സന്യാസിമാർക്ക് സ്വീകരിക്കാനായി കൊടുക്കുകയും ചെയ്തു. ആ സമയം സംശാലുവായ സന്യാസി കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദൈവമേ, ഈ അപ്പം അങ്ങയുടെ ദിവ്യശരീരമാണെന്നും കാസായിലുള്ളത് അങ്ങയുടെ ദിവ്യരക്തമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. തൽക്ഷണം അദ്ദേഹത്തിൻ്റെ കരങ്ങളിലിരുന്ന രക്തമണിഞ്ഞ മാംസം തിരുവോസ്തിയായി തീരുകയും അദ്ദേഹം ആദരവോടെ ആ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്തു. പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരാനും പ്രചരിപ്പിക്കാനും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അങ്ങേ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ പറ്റിയുള്ള ഞങ്ങളുടെ ധ്യാനം ദിവ്യകാരുണ്യ ഭക്തി ഞങ്ങളിൽ വർദ്ധിക്കുവാനും ആഴപ്പെടാനും ഇടയാകുമാറാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.